പരിശുദ്ധ 8 നോമ്പിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. 1-ാം ദിനം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യം. അവർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഒരു കുടുംബത്തിൻ്റെ തീർന്നുപോയ അനുഭവങ്ങളിൽ നിൽക്കുന്ന അവസരം പരിശുദ്ധ അമ്മ അവിടെയുണ്ട്. അമ്മ പറയുക, അവർക്ക് വീഞ്ഞ് തീർന്നുപോയി. ഒരു സങ്കടം വരുമ്പോൾ, ഒരു കുറവ് വരുമ്പോൾ അത് 10 ഇടങ്ങളിൽ അറിയിക്കുക എന്നത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണതയാണ്. അവനെ ഒന്ന് കുറച്ച് കാണിക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊന്നും നമ്മൾ പിന്മാറാറില്ലല്ലോ. അവസരങ്ങളെല്ലാം നമ്മൾ നന്നായി പ്രയോജനപ്പെടുത്തും. എന്നാൽ അമ്മ ഇവിടെ വ്യത്യസ്തയാവുകയാണ്. അമ്മ എന്താ ചെയ്തേ? അമ്മ ആ കുറവിനെ കണ്ടിട്ട് മറ്റാരോടും അത് പറയാതെ പറയേണ്ട വ്യക്തിയിലേക്ക് ആ വിഷയത്തെ എത്തിക്കുകയാണ്. പറയേണ്ടവനിലേക്ക് ഈ വിഷയമെത്തിയാൽ പരിഹാരമാകുമെന്ന് അമ്മയ്ക്കറിയാം. 100 പേരുടെ അടുത്ത് കൊണ്ടെത്തിച്ച് ഇതൊരു പരദൂഷണത്തിൻ്റെ അവശേഷിപ്പിലേക്ക് കൊണ്ടുപോകാതെ ഇതൊരു കൃപയുടെ അനുഭവത്തിലേക്ക് ആ കുടുംബത്തെ സ്വർഗം പരിശുദ്ധ അമ്മയിലൂടെ കരകയറ്റുകയാണ്. അവരുടെ വീഞ്ഞ് കുറവ് തമ്പുരാൻ പരിഹരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നോമ്പിൻ്റെ 1-ാം ദിനം ഒരു നല്ല പാഠം അമ്മ തരുന്നുണ്ട്. ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ ആ കുറവുകൾ പറഞ്ഞു നടക്കാതെ ആ കുറവനുഭവങ്ങളെ തമ്പുരാനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു മാതൃക അമ്മ തരികയാണ്. സ്വാഭാവിക മനുഷ്യപ്രവൃത്തിയെ സ്വർഗീയമാക്കുന്ന ഒരനുഭവം. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾക്ക് ചുറ്റുമുള്ള കുറവുകളെയൊക്കെ, കുറവുള്ള ജീവിതങ്ങളെയൊക്കെ ഒന്ന് കൈപിടിച്ച് തമ്പുരാൻ്റെ പക്കലേക്ക് കൊണ്ടുപോയാലോ? നീയും അമ്മയുടെ അടുത്തേക്ക് അമ്മയോളം വളരുകയാണ്. അങ്ങനെ തമ്പുരാൻ്റെ ആശീർവാദം നിന്റെ മേൽ വീഴും. ദൈവാനുഗ്രഹിക്കട്ടെ. ആമേൻ. മരിയേ അമലേ കർമ്മലനാഥേ